ഹൂ നീഡ്സ് മീ ഓൺ മൈ എ ഗെയിം മോസ്റ്റ് റൈറ്റ് നൗ? അതാണ് ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്. എൻ്റെ എ ഗെയിം, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ആരാണ്? ഈ സമയത്ത് വേണ്ടത് ആരാണ്? ഹൈ പെർഫോമൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹൈ പെർഫോമൻസിൻ്റെ ഹാബിറ്റ് എന്താണെന്ന് സംസാരിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ തോട്ട് പ്രോസസ് എന്താണ്, എങ്ങനെ നമുക്ക് ഹൈ പെർഫോമർ ആകാമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു റേസിംഗ് നെസസിറ്റി. എനിക്കിത് അത്യാവശ്യമാണ് എന്നുള്ള തോന്നൽ ഉണ്ടോ ഇല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനകത്താണ് പറയുന്നത്, ഈ പറയുന്ന ഗെയിം എയിൽ ഈ സമയത്ത് എന്നോടൊപ്പം വേണ്ടത് ആരാണ്? അപ്പോൾ നാം ചെയ്യുന്ന ടാസ്ക് ഈ ഗെയിം എ എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നുള്ളത് ഒരു വ്യക്തമായ ബോധ്യം നമുക്കുണ്ടോ? മോസ്റ്റ് റൈറ്റ് നൗ, ഈ സമയത്ത് നമുക്ക് വേണ്ടത് ആരാണ്? ഈ ഭാഗത്ത് നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമേ ഉറപ്പാക്കുക, ഈ ഗെയിം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് പ്രയോറിറ്റി ഉള്ള, നിങ്ങൾക്ക് വ്യക്തമായ ധാരണയും ഒപ്പം തന്നെ റീസൺസും ഉള്ള ഒന്നാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ടേബിളിൽ ഇരിക്കുകയായിരിക്കാം, ഓഫീസ് ചെയറിൽ ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ടാസ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം. അത് ഓഫീസായിരിക്കാം, വീടായിരിക്കാം, എവിടെയെങ്കിലും ആകട്ടെ. ആ സമയത്ത് ഈ ചോദ്യം ചോദിക്കാനായിട്ടാണ് നാം ഈ ഹാബിറ്റ് പെർഫോമൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുക, ഈ സമയത്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഈ ഹൈ പെർഫോമൻസിൻ്റെ ആളുകൾ അവർക്ക് നെസസിറ്റി എപ്പോഴും ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ നെസസിറ്റി അത്യാവശ്യം എപ്പോൾ നിലനിർത്താനായിട്ട് അവർക്ക് വേണ്ടൊരു കാര്യമാണ് അഫേം എന്ന് പറയുന്നത്. ഈ അഫേം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്? ഇപ്പോൾ പലരും പറയും, നമ്മൾ ലക്ഷ്യങ്ങൾ നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല, അത് രഹസ്യമായി വയ്ക്കാനെല്ലാം പലരും പറയാറുണ്ട്. എന്നാൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം കൂടി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഹൈ പെർഫോമേഴ്സ് എപ്പോഴും തങ്ങളുടെ ആശയങ്ങൾ, തങ്ങളുടെ അഭിലാഷങ്ങൾ എല്ലാം മറ്റുള്ളവരോട് പറയുന്നവരായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവരായതുകൊണ്ട് തങ്ങളുടെ വാക്കുകൾ നിലനിർത്തേണ്ടത് അവരുടെ കൂടി ആവശ്യമാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു സോഷ്യൽ പ്രഷർ പോസിറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തൊരു കോണ്ടെക്സ്റ്റിലൈസ് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, എന്താണ് എക്സാക്ട്ലി ചെയ്യാൻ പോകുന്നത് എന്ന് പറയാതെ എന്തുകൊണ്ടാണ്, വൈ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ, ഞാൻ ഇങ്ങനെ ലക്ഷ്യം എൻ്റെ കയ്യിൽ ഉള്ളതിൻ്റെ കാരണം ഇതാണ്, ആ കോസിനെ നമുക്ക് എപ്പോഴും മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കണം. അത് നമ്മുടെ ഫ്രണ്ട്സ് ആകാം, ഇമ്മീഡിയറ്റ് സർക്കിളാകാം, മെൻറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാകാം. അവിടെ ഒക്കെ നമുക്ക് എന്തുകൊണ്ട് നാം ഇങ്ങനെയാകണം, എന്തുകൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നു, ആ ലക്ഷ്യത്തെക്കുറിച്ച് പറയണമെന്നില്ല, പക്ഷെ എന്തുകൊണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഒപ്പം ഒരു കാര്യം കൂടി ആലോചിക്കുക, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഹൗ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വൈ എപ്പോഴും പറയുവാനായിട്ട്, അഫേം ചെയ്യുവാനായിട്ട് സ്വന്തമായി പറയുക, നാം എഴുതി വയ്ക്കുക, നാം റിഫ്ലക്റ്റ് ചെയ്യുക, നാം ഡെയിലി പറയുക, നമ്മുടെ സുഹൃത്തുക്കളോട് പറയുക. അത് അലൗഡായി ആ റീസൺ വൈ പറയാനായിട്ട് ഒരു മടിയും കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ വൈയെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് അഫേം ചെയ്യാൻ പറ്റും. ഈ അഫേം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഹൗ എന്നുള്ള ആശയത്തെക്കുറിച്ച്, എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കിൽ ലഭിക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത് ഗെയിം എ റൈറ്റ്, ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത് അഫേം പറഞ്ഞു. മൂന്നാമത്തെ കാര്യമാണ് ഈ നെസസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, റേസ് ചെയ്യാനായിട്ട് വേണ്ടത്. അതിന് പറയുന്ന പേരാണ് ലെവൽ അപ്പ്. നമുക്ക് എങ്ങനെ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ചില ചിന്തകൾ കൂടി നമുക്ക് പറയാം. ആലോചിച്ച് നോക്കൂ, തനിയെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ കുറേ നേരം പോകാനായിട്ട് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ള ആളുകളാണ് നാം എല്ലാവരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ലെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? അതാണ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നാം ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലസ്റ്ററിങ്. ഇപ്പോൾ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മേക്കാൾ കഴിവും പ്രാപ്തിയും ശക്തിയും ഇൻഫ്ലുവൻസുമുള്ള ആളുകളുമായി കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതാണ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. പൊതുവെ പറയാറുണ്ട്, യു ആർ ദ ആവറേജ് ഓഫ് യുവർ 5 ഫ്രണ്ട്സ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളെയൊക്കെ അവരുടെ സ്വഭാവങ്ങളും അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷനും വിലയിരുത്തുമ്പോൾ അവരുടെ കൂട്ടുകാരാണെന്ന് നോക്കിയിട്ടാണ് വിലയിരുത്താറുള്ളത്. നിങ്ങളുടെ അടുത്ത വർഷം ഈ സമയത്തെ സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആവറേജ് ആയിട്ടുള്ള 5 ഫ്രണ്ട്സിൻ്റെ ആവറേജ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്യണമെങ്കിൽ, ഹൈ പെർഫോമർ ആകണമെങ്കിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് കമ്പാനിയൻ
ഹൈ പെർഫോമർ ആകണമെന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതാണ് ഈ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്തുവാൻ സാധിക്കും? നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കും, എങ്ങനെയാണ് നമുക്ക് ഹൈ പെർഫോമറായിട്ട് ആളുകളെ ഒരു ഫ്രണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുക. ഒരു കാര്യം കൂടി പറയാം, ഈ ക്ലസ്റ്ററിങ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ കണ്ടാജിയനാണെന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലുവൻസ് ഒരു മിനിമം 3 ലെവൽ, 3 ഡിഗ്രി ഓഫ് സെപ്പറേഷൻ എന്ന് പറയും. ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനും അങ്ങനെ മറ്റേ ആൾക്ക്, അങ്ങനെ ഒരു 3 ലെവലിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ളതോ നെഗറ്റീവായിട്ടുള്ളതോ എനർജിയെ നമുക്ക് റേഡിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സോഷ്യൽ കണ്ടാജിയൻ എന്ന് പറയുന്നത്. നാം നെഗറ്റീവായിട്ടുള്ള പറയുന്ന ആളാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരും അത് പറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നെഗറ്റീവ് പറയുന്നതാണെങ്കിൽ നമ്മളും പറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൂട്ടുകാർ പോസിറ്റീവായി പറയുന്നവരാണെങ്കിൽ നമ്മളും അത് പറയാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ ഫ്രണ്ടും അത് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള നാം ഫ്രീക്വൻ്റ്ലി സംസാരിക്കുന്ന ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ വർക്ക് ഗ്രൂപ്പ് ആകാം, അവരെത്രമാത്രം ഹൈലി പെർഫോമേഴ്സാണ്, എത്രമാത്രം ആസ്പയറിംഗ് ആണ്, എത്രമാത്രം പോസിറ്റീവായിട്ടുള്ളവരാണ് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ അർത്ഥം നെഗറ്റീവ് ആളുകളെല്ലാം കട്ട് ഓഫ് ചെയ്യാനല്ല, നെഗറ്റീവ് ആളുകളെല്ലാം ഒഴിവാക്കാനല്ല, അതും വേണമെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നാം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിനെ കൂടി മറികടക്കുവാൻ, അതിനെ കൂടി മനസ്സിലാക്കുവാനും ഒപ്പം തന്നെ അതിനെ പോസിറ്റീവായി കാണാനും ഒക്കെയുള്ള ഒരു സ്കില്ലുകൾ ആവശ്യമാണ്. അതൊരു ഇമോഷണൽ റിസൈലൻസ് എന്നെല്ലാം പറയും. ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ അല്ലെങ്കിൽ ഇടിച്ചു താത്തുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു റിസൈലൻസ് ആവശ്യമാണ്. അതൊരു ചലഞ്ചായി എടുക്കാനും സാധിക്കണം. അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടാണെന്ന് കൂടി ഓർക്കുക. നെഗറ്റീവ് പറയുന്ന ആളുകളെ നമുക്ക് മനഃപൂർവ്വം മാറ്റി നിർത്തി അവരെ ശത്രുത സമ്പാദിക്കാതെ നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിനെ മികച്ചതാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവായിട്ട് ഉണ്ടായിക്കൊള്ളട്ടെ, അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് നാം വിഷമിക്കേണ്ടതോ അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടതോ ആയിട്ട് ആവശ്യമില്ല. ഇനി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കുറേ പഠനങ്ങൾ വായിക്കാനിടയായി. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ പല സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. പുവറായിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ തന്നെ ഹൈ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും സ്റ്റാറ്റസുമുള്ള ആളുകൾ പഠിക്കുന്ന ഗ്രൂപ്പിൽ പഠിക്കുന്ന മക്കളുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഈ പഠനങ്ങളെല്ലാം പൊതുവെ പറയുന്നത് ഹൈ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചു വളർന്നവർ ഹൈ പെർഫോമർ ആകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ വേറൊരു സ്റ്റഡി കൂടി അതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് പൂവർ ആയിട്ടുള്ള ലോ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചു വളർന്ന കുട്ടികൾ അവർ ഒരിക്കൽ തിരിച്ചറിയുകയാണ് തങ്ങൾ ഹൈ പെർഫോമർ ആകണമെന്ന്. ആ തിരിച്ചറിവുണ്ടാകുന്ന സമയത്ത് അവർക്ക് വലിയ ഒരു മാറ്റമുണ്ടാക്കാൻ, ഹൈ പെർഫോമർ ആകാൻ സാധിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു മൈൻഡ് സെറ്റാണ് അവിടെയുള്ളത്. പക്ഷേ ഈ ഹൈലി സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പലർക്കും അങ്ങനെ ഹൈ പെർഫോമർ ആകാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. കാരണം അവരൊരു നോർമൽ ആയിട്ടുള്ള ആളായി തന്നെ ജീവിക്കുന്നതും കണ്ടിട്ടുണ്ട്. അവരൊരു ആവറേജ് പെർഫോമർ ആയിരുന്നു, പക്ഷേ ഹൈ പെർഫോമൻസിലേക്ക് പോകാനായിട്ട് സാധിക്കാത്തതുമായിട്ടുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ്, പുവർ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ കൂടെയും ഹൈ പെർഫോമർ ആകണമെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ആകാൻ സാധിക്കുമെന്നാണ്. അതെനിക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ഒരു ഹൈ പെർഫോമർ ആകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ അത് വ്യക്തമായി കാണുന്നത് മനസ്സിലാക്കിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടിയില്ല, എൻ്റെ പേരൻസ് എന്നെ വൃത്തിയായി നോക്കിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. മൈൻഡ് ഉണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇനി അത് മാത്രമല്ല, ഈ ചെറുപ്പകാലത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഉൾപ്പെടെ നമ്മുടെ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പല സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നല്ല ന്യൂട്രീഷൻസ് കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന ആളുകൾ, നല്ല മെൻറ്ററിങ് അല്ലെങ്കിൽ നർച്ചറിങ് കിട്ടുന്ന ആളുകൾ, അതൊക്കെ നന്നായി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. അതല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പി എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയെ എല്ലാം സ്വാധീനിക്കുന്ന മേഖലയാണ്, ഗ്രേ മാറ്റേഴ്സ് ഒക്കെ. അപ്പോൾ പ്രോപ്പറായി അത് ചൈൽഡ്ഹുഡിൽ ലഭിച്ചവർക്ക് അതെല്ലാം എക്സ്പാൻഡ് ചെയ്തതായി കാണപ്പെടുകയും അല്ലാത്തവർക്ക് അത് ചുരുങ്ങിയിരിക്കുകയും ചെയ്യുന്നതായി എല്ലാം കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഈ ഒരു സോഷ്യൽ സർക്കിൾ അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് എന്നുള്ള ആംഗിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുവാനും അവരുമായി കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും നമുക്ക് സാധിക്കും. ഈ ടോപ്പ് 20% എന്നാണ് ഈ ആശയത്തെക്കുറിച്ച് പറയുന്നത്. ടോപ്പ് 20% ആളുകൾ
എപ്പോഴും ഇങ്ങനെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ക്ലസ്റ്റർ ചെയ്തവരായിരുന്നു. എസ്പെഷ്യലി ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, ഗ്രേ മാറ്റർ, ഹിപ്പോ ക്യാമ്പി ഇവയൊക്കെ പ്രോപ്പറായി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരമൊരു സാഹചര്യങ്ങൾ വളരെയധികം ആവശ്യമാണ്. പലപ്പോഴും ഈ ഫാമിലികളിലൊക്കെ നമുക്കറിയാൻ സാധിക്കും, ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് ഉള്ള, അതല്ലെങ്കിൽ ആൽക്കഹോള്, സ്മോക്കിങ്, അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള പേരൻസ് തമ്മിലുള്ള വഴക്ക്, ഒക്കെയുള്ള കുടുംബങ്ങളിൽ പലപ്പോഴും കുട്ടികളുടെ ഹിപ്പോ ക്യാമ്പിയും ഒപ്പം തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സും എല്ലാം ഷ്രിങ്കായി പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുവാൻ സാധിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുതിർന്ന ആളുകളാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും ഇങ്ങനെ ബെസ്റ്റായിട്ടുള്ളൊരു ക്ലസ്റ്റർ രൂപപ്പെടുത്തുകയും അതിലൂടെ വളർന്നു വരുവാനും സാധിക്കേണ്ട വളരെ ആവശ്യമാണ്. ഇനി പലരും ചോദിക്കും, എങ്ങനെയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുവാൻ സാധിക്കുക, ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളെ കാണുവാനായിട്ട് സാധിക്കും? അത് നമുക്ക് തീർച്ചയായും സാധിക്കും. അതിന് ചില വഴികളുണ്ട്. അപ്പോൾ ഈ പഠനങ്ങളെല്ലാം കാണുന്നത് ഈ ഹൈ പെർഫോമറായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു സ്കില്ലാണ്, അവരുടെ ഒരു നേച്ചറാണ് സോഷ്യൽ സർവീസ്, അതല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ഒരാളെ സഹായിക്കണം എന്നുള്ളത് അവർക്ക് വളരെ നിർബന്ധമാണ്. അപ്പോൾ പൊതുവെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ സഹായിക്കാനായി വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായും സഹായിക്കുമെന്നുള്ളതാണ് പഠനങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രോപ്പർലി മെൻറ്റർ ചെയ്യാൻ അവർ ഓപ്പണാണ്. കാരണം എനിക്ക് പേഴ്സണലി പല എക്സ്പീരിയൻസ് ഉണ്ട്. സമൂഹത്തിൽ വളരെയധികം അറിയപ്പെടുന്ന റിച്ച് ആയിട്ടുള്ള ബിസിനസ് മാഗ്നറ്റ്സ് ആയിട്ടുള്ള സോഷ്യൽ ലീഡേഴ്സ് ആളുകൾ, അവരെ സംസാരിക്കുമ്പോൾ വളരെ ഓപ്പണായി അവർ സംസാരിക്കാറുണ്ട്. അവർ എന്ത് ഹെൽപ്പിനും തയ്യാറാണ്, പ്രൊവൈഡഡ് ഞാൻ ജെന്യുവൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖല നാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. പലപ്പോഴും ഞാനും കാണാറുണ്ട്, വലിയ ആളുകളോട് സംസാരിക്കുന്ന ആളുകൾക്ക് പേടിയാണ്. ഇപ്പോൾ ഏതെങ്കിലും മീറ്റിംഗ് ഉദ്ഘാടനത്തിനൊക്കെ വന്നു കഴിയുമ്പോൾ അവരോട് സംസാരിക്കാനായിട്ട് ആളുകൾക്ക് പോകാനൊരു മടി. അവർക്ക് എന്ത് വിചാരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുമോ, അവരെക്കാൾ ഞാൻ താഴെയുള്ള ആളാണ് എന്നുള്ള ചിന്തയൊക്കെ ആളുകൾക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാനൊരു 5 കാര്യം പറയാൻ പോവുകയാണ്, എങ്ങനെ നമ്മുടെ ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ സോഷ്യൽ സർക്കിൾ ഹൈ ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, +1 പോസിറ്റീവ് പേഴ്സൺ എന്നുള്ള ചിന്താഗതി. ഒരാളെങ്കിലും എനിക്ക് എൻ്റെ ഹൈ സർക്കിളിലേക്ക് കൂട്ടുവാൻ സാധിക്കുമോ എന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചിന്തയും അപ്രോച്ചും ഉണ്ടാകേണ്ട ആവശ്യമാണ്. എനിക്ക് ഒരാളെ കൂടി അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ സാധിക്കുന്ന ഹൈ പെർഫോമർ എൻ്റെ കൂടെ കൂട്ടണം. അതിനെങ്ങനെ സാധിക്കും എന്നുള്ള +1 എന്നുള്ള അപ്രോച്ച്. ഒരാളെ എനിക്ക് മേ ബി ഒരു വീക്കിലായിരിക്കാം, ഒരു മന്തിലായിരിക്കാം, എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും, അത് തീർച്ചയായും നമുക്ക് ശ്രമിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ രണ്ടാമത്തെ കാര്യമാണ് വോളണ്ടിയറിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. വളരെ പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ കമ്മ്യൂണിറ്റികളെല്ലാം ഉണ്ട്. അത് പ്രൊഫഷണൽ ക്ലബ്ബുകളാവണമെന്നില്ല, സോഷ്യൽ സർവീസ് ചെയ്യുന്ന, വോളണ്ടിയർ ചെയ്യുന്ന പല ക്ലബ്ബുകളുമുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിൻ്റെ ലീഡേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള ആളുകൾ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യുന്നവരും വർക്ക് ചെയ്യുന്നവരും എല്ലാം ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ആ തരം വോളണ്ടിയർ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം? ചിലപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളായിരിക്കാം, അതല്ലെങ്കിൽ സ്കില്ല് കുറഞ്ഞ ആളായിരിക്കാം, അല്ലെങ്കിൽ വലിയ പണം ഒന്നുമില്ലാത്ത ആളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഈ വലിയ വോളണ്ടിയറിങ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ധാരാളം ഹൈ പെർഫോമറായിട്ട് ആളുകളെ കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെ പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ വോളണ്ടിയർ ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, പല സ്പോർട്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. കാരണം സ്പോർട്സ് എന്ന് പറയുന്നൊരു സ്പിരിറ്റാണ്, അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. പല സ്പോർട്സ് ക്ലബ്ബുകളിലും അല്ലെങ്കിൽ സ്പോർട്സ് അറീനകളിലും ഹൈ പെർഫോമറായിട്ടുള്ള ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ വോളണ്ടിയറിങ് ആണെങ്കിലും സ്പോർട്സിനാണെങ്കിലും പോകുമ്പോൾ നമ്മൾ വിലയിരുത്തുന്ന നമ്മുടെ സ്പോർട്സിനോടുള്ള സ്പിരിറ്റ് അല്ലെങ്കിൽ വോളണ്ടിയറിങ്ങിനോടുള്ള സ്പിരിറ്റാണ്. അതുവഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ ജോലിയോ സ്കില്ലോ സാമ്പത്തികമോ ഒന്നുമല്ല. നമ്മൾ കോമൺലി കണക്ട് ചെയ്യുന്ന കാര്യമാണ് ഒന്ന് സ്പോർട്സ്, രണ്ട് ഇപ്പോൾ സോഷ്യൽ സർവീസ് ആംഗിൾ. ആ ആംഗിളിലുള്ള കണക്ഷൻസ് നമ്മെ വളരെയധികം സഹായിക്കും. ഇനി നാലാമത്തെ ഒരു കാര്യം, പലപ്പോഴും ഞാനും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, മെൻറ്റർഷിപ്പിനായിട്ട് നാം ശ്രമിക്കുക. അപ്പോൾ മെൻറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ കണ്ടുപിടിക്കുക. ചില കാര്യങ്ങളിൽ ലൈഫിൽ മാസ്റ്റർ ചെയ്യാൻ, ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാം. നമുക്ക് ഡൊമൈൻ ഏരിയ ഉണ്ടാകും. ചിലപ്പോൾ ടെക്നോളജി ആയിരിക്കാം, റോബോട്ടിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, ആ മേഖലയിൽ ഹൈ ആയിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തുകയും വളരെ ഹംബിളായും ഒപ്പം തന്നെ പോസിറ്റീവായും അവർ അപ്രോച്ച് ചെയ്തുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് നിങ്ങളുമായി അരമണിക്കൂർ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് വിലയിരുത്താനായിട്ട് ശ്രമിക്കുക. വളരെ ഉറപ്പാണ്, ട്രസ്റ്റ് മീ, മോസ്റ്റ് ഓഫ്റ്റൻ ദീസ് പീപ്പിൾ ആർ വെരി മച്ച് ഹാപ്പി ടു ഹെൽപ്പ് us, പ്രൊവൈഡ് നമ്മൾ ജെന്യുവൻ ആണ് എന്ന് തോന്നിയ നമ്മെ സഹായിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ഫ്രണ്ട്, അദ്ദേഹം വളരെയധികം സിവിൽ സർവീസ് നേടണമെന്ന് ആസ്പയറിംഗ് ആയിട്ടുള്ള ആളായിരുന്നു. ആ സമയത്താണ് വളരെയധികം അറിയപ്പെടുന്ന ഒരു കളക്ടർ ജില്ലയിൽ വന്നു. അവർ യുവാക്കളുടെ ഇടയിലെല്ലാം വളരെയധികം യുവാക്കൾ യുവതിയിൽ വളരെയധികം പ്രചാരമുള്ള ഒരു കളക്ടറായിരുന്നു.
അപ്പോൾ ഇവർ അവരെ സമീപിക്കുകയാണ് എന്നെ സഹായിക്കാമോ എന്ന്. പക്ഷെ ഇവർക്ക് സംശയം ഈ ആൾ ജെന്യുവിനാണോ, യഥാർത്ഥ താല്പര്യമുണ്ടോ. അങ്ങനെ ഒരു 10-12 പ്രാവശ്യം ഈ ആളോട് ഇവിടെ വരാൻ പറയുകയാണ്. ചില ടാസ്കുകൾ കൊടുക്കുന്നു, വരാൻ പറയുന്നു, വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ടും ഈ ഫ്രണ്ട് 12 പ്രാവശ്യത്തോളം വെയിറ്റ് ചെയ്യും. പിന്നീട് ഇവർക്ക് IAS കിട്ടുന്ന കാലഘട്ടം വരെ ഈ IAS വനിത ഇവരെ സപ്പോർട്ട് ചെയ്യുകയും മെൻറ്റർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതൊരു എൻഡ്യൂറൻസിൻ്റെ പാർട്ടാണ്. നിങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് അറിയുക. ഇനി അവസാനത്തെ കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏണിറ്റ് എന്ന് പറഞ്ഞത്, ഏണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പെർഫോം ചെയ്യുക, നന്നായി പെർഫോം ചെയ്യുക. പെർഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടും. നിങ്ങളെ അവർ വിളിക്കുകയും അവർ നിങ്ങളുമായി ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടാതെ തന്നെ അവർ ഇങ്ങോട്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും നിങ്ങളിൽ താല്പര്യമുണ്ടാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് ഏൺ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ക്ലസ്റ്ററിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓർക്കുക, നല്ല കമ്മ്യൂണിറ്റി, നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല സർക്കിൾ, നല്ല പുസ്തകങ്ങൾ, നല്ല മെൻറ്റേഴ്സ്, അതാണ് പലപ്പോഴും ആളുകളെ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഒരു കോച്ച്, ഒരു മെൻറ്റർ, ഒരു ഗോഡ് ഫാദർ തീർച്ചയായും ആവശ്യമാണ്. വിദേശങ്ങളിലൊക്കെയുള്ള ധാരാളം പഠനങ്ങളിൽ കാണുന്നത് വിജയിച്ച അല്ലെങ്കിൽ ഹൈ പെർഫോമർ ആയിട്ടുള്ള 45% ആളുകൾക്ക് നല്ല സോഷ്യൽ സർക്കിൾ, മെൻറ്റർഷിപ്പ്, കോച്ച്, ഗോഡ് ഫാദേഴ്സ് ഉണ്ടായത് എന്നുള്ളതാണ്. തീർച്ചയായും മാറ്റം വരട്ടെ. ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക, വലിയ അത്ഭുതം സംഭവിക്കും. ഓൾ ദ ബെസ്റ്റ്.